ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് സ്പൗസ് വിസ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം ഒന്ന് പറയുമെന്ന് ഇൻസ്റ്റയിൽ കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്പൗസ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെക്കണം, അതുപോലെ വിസ റിജക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കുന്നുണ്ടല്ലോ. ചിലവരൊക്കെ ഏജന്റിനെ വെച്ചിട്ട് അതൊക്കെ ഫിൽ ചെയ്യൂട്ടാ. പക്ഷെ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഏജന്റിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തന്നെ സ്വയമായിട്ട് ഫിൽ ചെയ്യാവുന്നുള്ള. കാരണം നമ്മുടെ ഫുൾ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ഏജന്റിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ വരുന്ന സമയത്ത് ഞാൻ തന്നെ തന്നെയായത് ഫിൽ ചെയ്തതൊക്കെ ഒന്നും കുഴപ്പമില്ല, എല്ലാം കറക്റ്റ് ആയിരുന്നു. നമുക്കൊരു ചെക്ക് ലിസ്റ്റ് നമുക്ക് വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് ഇതേപോലെ ഓർഡറിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ചാൽ മതി, വേറൊരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട, ഇനിയിപ്പോ ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു തരാം. പിന്നെ സംശയമൊന്നും വരാനുള്ള ഒരു ഇതില്ല, കാരണം നമ്മുടെ ഡോക്യുമെന്റ്സിലത്തെ കാര്യങ്ങൾ തന്നെയായിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തെറ്റാണ്ട് നമ്മൾ ഫിൽ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ VFS അടയ്ക്കേണ്ട പൈസ എന്ന് പറയുന്നത് പൈസ ആയിട്ട് അടയ്ക്കാൻ പറ്റില്ല, നമ്മളത് DD ആയിട്ട് വേണം നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ട്. ആ പൈസയൊക്കെ നമ്മൾ DD ഒക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ബാങ്കിൽ പോയിട്ട് സെറ്റാക്കി വെക്കണം. പിന്നെ അതുപോലെ ഒരാളുടെ വലിയ അഡൽട്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 6700 രൂപയും പിന്നെ അതിന്റെ ഹാഫാണ് ചെറിയ കുട്ടികൾക്ക് 3400 പിള്ളേർക്ക്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എത്ര കുട്ടികളുണ്ടെന്നനുസരിച്ച് അതിനനുസരിച്ചുള്ള DD എടുത്ത് വെച്ചോളൂ കേട്ടോ. ഒരുമിച്ച് എടുക്കണ്ട, ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് വെക്കണം. അഡൽട്സിന്റെ 6700 വേറെ, ഇനിയിപ്പോ 2 കുട്ടികളുണ്ടെങ്കിൽ 3400 വെച്ചിട്ട് 2 കുട്ടികൾക്കും വേറെ. അപ്പൊ ഓരോരുത്തരുടെയും അപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ തന്നെയാണ് ഈ ഓരോരുത്തരുടെ DD നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ടത്, കവറിലിട്ട് വെക്കേണ്ടത്. പിന്നെ നമുക്ക് വേറെ പൈസ ചെലവ് എന്ന് പറയുന്നത് ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള പൈസ ചെലവുള്ളൂ, വേറെ പൈസ ചെലവൊന്നുമില്ല. പിന്നെ നമ്മൾ ഏജന്റിനെ ഒക്കെ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ അവർ ഒരു അപ്ലിക്കേഷൻ ഫോമിന് 10,000 ഒക്കെ പറയുന്നവർ ഉണ്ട്. ഞങ്ങൾ ആദ്യം അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച, തെറ്റുണ്ടാന്ന് വിചാരിച്ച് നമ്മള് വിസ റിജക്ഷൻ ആയാലോ പൈസ പോവില്ലേ, അപ്പൊ തെറ്റുണ്ടാന്ന് വിചാരിച്ചിട്ട് ഏജന്റിന് കൊടുക്കാന്ന് വിചാരിച്ച. അപ്പൊ ഞാനിത് വെബ്സൈറ്റിൽ നിന്ന് ഈ അപ്ലിക്കേഷൻ ഫോം നമ്മള് പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം ഫിൽ ചെയ്യണ സമയത്ത് വെറുതെ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ നോക്കിയ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, നമുക്ക് എഴുതാൻ ഫിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ, വേറെ ഒന്നും കൂടുതലൊന്നും അതിൽ വെക്കേണ്ട കാര്യമില്ല. കറക്റ്റ് ഡോക്യുമെന്റ്സ് എല്ലാം അതിൽ വെച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ സ്വയമായിട്ട് ഫിൽ ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏജന്റിനും എക്സ്ട്രാ പൈസ കൊടുക്കണം, ഒരുപാട് പൈസയാവും. 3 പേരൊക്കെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസ ഏജൻസിക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ജർമ്മനിയിലുള്ള ആള്, ഇപ്പൊ ജർമ്മനിയിലുള്ള ആള് നമുക്ക് നാട്ടിലിരിക്കുന്ന ആൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് അയച്ചു തരണം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് പാസ്പോർട്ടാണ്. അപ്പൊ പാസ്പോർട്ടിന്റെ കോപ്പി വേണം. ഇപ്പൊ നിങ്ങൾക്ക്, അതായത് ജർമ്മനിയിൽ ഇരിക്കുന്ന ആൾക്ക് ഇപ്പൊ 2 പാസ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഒരെണ്ണം കാലാവധി കഴിഞ്ഞ് അടുത്തത് എടുക്കുന്നവരുണ്ടായിരിക്കുമല്ലോ. അപ്പൊ 2 പാസ്പോർട്ടിന്റെയും പഴയ പാസ്പോർട്ടിന്റെയും പുതിയ പാസ്പോർട്ടിന്റെയും എല്ലാ പേജിന്റെയും കോപ്പി വേണം. പിന്നെ അതുപോലെ തന്നെ അടുത്തത് നമുക്ക് വേണ്ടത് വർക്ക് കോൺട്രാക്ട് ആണ്. പിന്നെ അതുപോലെ തന്നെ സാലറി സ്ലിപ്പ് നമുക്ക് ഏറ്റവും പുതിയ ഒരു 3 മാസത്തെ റീസെന്റ് ആയിട്ടുള്ള 3 മാസത്തെ ഒരു സാലറി സ്ലിപ്പ് നമുക്ക് വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വേണ്ടത് മെൽഡ് ബഷൈനിഗും എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരികയാണല്ലോ. അപ്പോൾ ഇവിടെ ഫാമിലിനെ ഒക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീട് നമ്മൾ മുന്നേ തന്നെ കണ്ടെത്തിയിരിക്കണം. അപ്പൊ ഒരാൾക്ക് ഇവിടെ 13 മീറ്റർ സ്ക്വയർ വേണം എന്നുള്ളൊരു കണക്ക് ഉണ്ട് ഒരാൾക്ക്. അപ്പൊ അതനുസരിച്ച് എത്ര പേരുണ്ട്, ഇപ്പൊ 4 പേരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13 × 4 അതാണ് കണക്ക്. അപ്പൊ അതനുസരിച്ചുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ വീടൊക്കെ മുന്നിൽ കണ്ടുപിടിച്ച് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള അവിടെ തന്നെ നമുക്ക് നേരിട്ട് പോയോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴിയോ നമുക്ക് ഈ ഒരു മെൽഡ് ബഷൈനിഗും എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാം. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ അത് 6 മാസത്തിൽ പഴയതാവാൻ പാടില്ല. ജർമ്മനിയിലുള്ള ആൾക്ക് അത് എടുത്തു വെക്കാം, പക്ഷെ എടുത്തു വെച്ചാലും കുറെ പഴയതാവാൻ പാടില്ല. ഒരു 6 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണെങ്കിൽ അവർ സമ്മതിക്കില്ല. അപ്പൊ നാട്ടിൽ നിന്ന് ഫാമിലിനെ കൊണ്ടുവരുന്നതിന്റെ ഒരു കുറച്ച് മുന്നായിട്ട് അത് അപ്ലൈ ചെയ്താൽ മതി. അത് നമുക്ക് പെട്ടെന്ന് കിട്ടും, 1-2 ഉള്ളിൽ തന്നെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അടുത്തത് വേണ്ടത് സ്പൗസിന്റെ, ഇവിടെയുള്ള ആളുടെ റെസിഡൻസ് പെർമിറ്റോ അല്ലെങ്കിൽ ബ്ലൂ കാർഡോ എന്താണ് ആളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു കവറിംഗ് ലെറ്ററും കൂടി ഇവിടെ ഇരിക്കുന്ന ആള് നമുക്ക് നാട്ടിലേക്ക് അയച്ചു തരണം.
കവറിംഗ് ലെറ്ററിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല, വലിയ സംഭവമൊന്നുമല്ല. ഇപ്പൊ നമ്മള് ഫാമിലിനെ ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ, കവറിംഗ് ലെറ്റർ നമ്മൾ അതിനോടൊപ്പം വെക്കണം. സൈൻ ചെയ്തിട്ട് നമുക്ക് അതും നാട്ടിലേക്ക് അയക്കണം. പിന്നെ ഇനി നാട്ടിലുള്ള ആള്, ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആള് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എപ്പോഴും പാസ്പോർട്ട് തന്നെയാണ്. അപ്പൊ പാസ്പോർട്ട്, വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട്, ഇതുപോലെ 2 empty pages എങ്കിലും ഉള്ള പാസ്പോർട്ട് ആയിരിക്കണം. അപ്പൊ ആ പാസ്പോർട്ട് ഇതുപോലെ നമുക്ക് പഴയതും പുതിയതും ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും ഉണ്ടായിരിക്കും. ചിലവർക്ക് 5 വയസ്സ് വരെ ഒരു പാസ്പോർട്ട്, അത് കഴിഞ്ഞ് 5 വയസ്സാകുമ്പോൾ പുതിയ പാസ്പോർട്ട് എടുക്കണമല്ലോ. അപ്പൊ അതിന്റെയും എല്ലാ പാസ്പോർട്ടിന്റെയും കോപ്പി നമ്മൾ എടുത്തു വെക്കണം. സ്റ്റാമ്പ് ചെയ്ത് അടക്കം ഫ്രണ്ട് പേജ്, ബാക്ക് പേജ്, അങ്ങനെയുള്ള എല്ലാ കോപ്പിയും നമ്മൾ എടുത്തു വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെന്റ്സിൽ പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് നമ്മുടെ വോട്ടർ ID ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക, ആധാർ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ മതിയായിരിക്കും. പക്ഷെ കൂടുതൽ എടുത്ത് വെച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കോപ്പി എടുത്ത് വെച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ കുട്ടികൾക്കും ആധാർ ഉണ്ടായിരിക്കും. കുട്ടികളുടെയും ഇതുപോലെ തന്നെ ആധാർ, അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ പള്ളിയിലും അമ്പലത്തിലൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, അവിടത്തെ കിട്ടുമല്ലോ, അതും ഉണ്ടായിരിക്കും. അപ്പൊ അതും വെക്കുക. അപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കൂടെ തന്നെ നമ്മുടെ മാരേജിന്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഫോട്ടോയും കൂടി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും പ്രൂഫിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പാൻ കാർഡിന്റെ കോപ്പി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് ചിലവർക്ക് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിന്നിട്ട് തിരിച്ചു പോയിട്ടുള്ള ആൾക്കാരാന്ന് വിചാരിക്കും സ്പൗസ്. അപ്പൊ ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാനും മോനും പിന്നെ തിരിച്ചു പോയിട്ട് പിന്നെയും വരുമല്ലേ. അപ്പൊ 6 മാസത്തിൽ കൂടുതൽ ഞങ്ങൾ നാട്ടിൽ നിന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ കട്ടായി പോയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ റെസിഡൻസ് പെർമിറ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതും കൂടി കാണിക്കേണ്ട വന്നു. ഇത് ഞാൻ പറയുന്നത് ഇനി ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് സാധാരണ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതിന്റെ ആവശ്യം വരില്ല. ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. അതിപ്പോ ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെസിഡൻസ് പെർമിറ്റ് നമ്മൾ കാണിക്കണം. പിന്നെ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹയർ സ്റ്റഡീസിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും വെക്കണം. പിന്നെ കുട്ടികൾ നമ്മളിപ്പോ LKG UKG ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 5ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വരികയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ആണ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സ്കൂളിൽ പോയി ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തരും. TCയുടെ ആവശ്യം ഇല്ല, TC ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് അവർ സ്കൂൾക്കാർ തന്നെ നമുക്ക് തരും, പറഞ്ഞാൽ മതി. അപ്പൊ അവർ നമുക്ക് തരും. പിന്നെ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് അവിടെ നാട്ടിൽ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വയ്ക്കാം. ഇപ്പോ നമുക്ക് ബ്ലൂ കാർഡാണ്, പെർമനന്റ് റെസിഡൻസ് ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം ഇല്ല. ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കാം കേട്ടോ, കുഴപ്പമില്ല. നമുക്കൊരു അത് നല്ല കാര്യമാണ്, ഉണ്ടെങ്കിൽ വെക്കാം. ഇനിയിപ്പോ വരുന്നവർക്ക് A1ന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ വെബ്സൈറ്റ് കയറി നോക്കുമ്പോൾ ചെക്ക് ലിസ്റ്റിൽ അതൊക്കെ A1ന്റെ സർട്ടിഫിക്കറ്റ് അവർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ജർമ്മനിയിലേക്ക് അത് പ്രത്യേകം പറയണം. അപ്പൊ ഒരു സൈസ് ഒക്കെ ഉണ്ട്, പാസ്പോർട്ട് സൈസ് ഇവിടേക്കുള്ളതിന് ഒരു സൈസ് ഒക്കെ ഉണ്ട്. ആ സൈസിലുള്ള 2 ഫോട്ടോ വേണം നമുക്ക് ഒട്ടിക്കാനായിട്ട്, ആപ്ലിക്കേഷനിൽ ഒട്ടിക്കാനായിട്ട്. ഇപ്പൊ 2 എന്നുള്ളത് നിങ്ങൾ 4 എണ്ണം എടുത്ത് വെച്ചോ, കുഴപ്പമില്ല. ഇനിയിപ്പോ മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നേരത്ത് പോയിട്ട് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും, മുന്നേ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരാൾക്ക്, ഇപ്പൊ ഞാനാണ് തയ്യാറാക്കണേ എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 സെറ്റ് തയ്യാറാക്കണം. അപ്പൊ നമ്മൾ പാസ്പോർട്ടും ഡോക്യുമെന്റ്സും ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് തന്നെ, ഇപ്പൊ ഞാനാണ് ഇങ്ങോട്ട് വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ 2 സെറ്റ് തയ്യാറാക്കണം. അപ്പൊ ആ 2 സെറ്റിൽ തയ്യാറാക്കുമ്പോൾ എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി വെക്കണം, അതുപോലെ ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി വെക്കണം. അപ്പൊ എനിക്ക് 2 സെറ്റ് എന്ന് പറയുമ്പോൾ എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി എനിക്ക് 2 എണ്ണം വേണം, ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി 2 എണ്ണം വേണം. കുട്ടികളുടെ ഡോക്യുമെന്റ്സ് തയ്യാറാക്കണ സമയത്ത് നമ്മളിപ്പോ അപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്ത്, അപ്പൊ അവരുടെ ഇതിൽ നമ്മള് പാരന്റ്സിന്റെ, അവർ മൈനർ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പി പാരന്റ്സിന്റെ വെക്കേണ്ടി വരും. ഇപ്പൊ ഒരു കുട്ടിക്ക് 2 സെറ്റ് വേണ്ടി വരും. അപ്പൊ ആ കുട്ടിയുടെ പാസ്പോർട്ടിന്റെ കോപ്പി വെക്കണം, അതുപോലെ തന്നെ പാരന്റ്സിന്റെ കോപ്പിയും വെക്കണം. അപ്പൊ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും കോപ്പി, പാസ്പോർട്ടിന്റെ കോപ്പി അവിടെയും 2 സെറ്റ് ആവശ്യമായിട്ട് വരും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് 2 കോപ്പിയെല്ലാം ആവശ്യമുള്ളൂ വെച്ചിട്ട് നമ്മളെല്ലാം 2 കോപ്പി എടുക്കും. അപ്പൊ അതെന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് നമ്മൾ പോയിട്ട് 2 കോപ്പിയെല്ലാം ആവശ്യമുള്ളൂ വെച്ചിട്ട് നമ്മള് ചിലപ്പോൾ 2 കോപ്പി അല്ലെങ്കിൽ 3 കോപ്പിയോ എടുത്തിട്ട് വരാം. പക്ഷെ നമ്മുടെ ഇപ്പൊ ഞാനാണ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്റെ 2 എണ്ണം, ഇപ്പൊ നമുക്കൊരു കുട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഇതിലും എന്റെ വെക്കണല്ലോ. അപ്പൊ 2 സെറ്റ് തയ്യാറാക്കുമ്പോൾ
എന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയും ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയും ഇനിയും 2 ആവശ്യം വരും ആ കുട്ടിയുടെ വെക്കാൻ വേണ്ടി. ഇപ്പൊ 2 കുട്ടിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പാസ്പോർട്ടിന്റെ കോപ്പി എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ എടുക്കണം. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതിന്റെ ചെക്ക് ലിസ്റ്റ് നമുക്ക് VFSന്റെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ലിസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോമും അതിൽ നമുക്ക് കിട്ടും. ഈ അപ്ലിക്കേഷൻ ഫോം, ഡിക്ലറേഷൻ ഫോം, കോൺടാക്ട് ഇൻഫർമേഷൻ ഫോം, അഡീഷണൽ ക്വസ്റ്റിനെയർ, ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. മെയിൻ ആയിട്ട് ഫില്ല് ചെയ്യേണ്ടത് ഈ അഡീഷണൽ ക്വസ്റ്റിനെയർ ആണ്. അതൊരു 3-4 പേജ് ഇങ്ങനെ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫില്ല് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ പ്രിന്റ് എടുക്കണ സമയത്ത് 2 എടുത്ത് വെച്ചോ. കാരണം തെറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് വെട്ടി എഴുതണത് അത്ര ഒരു നല്ല കാര്യമല്ലോ. അപ്പൊ പിന്നെ ആ പേജ് നമുക്ക് അങ്ങനെ മാറ്റിയിട്ട് അടുത്ത പുതിയ പേജ് വെക്കാമല്ലോ. ഞാനപ്പോ 2 എടുത്ത് വെച്ചു. കാരണം നമ്മൾ സ്വന്തമായിട്ടാണ് ഫിൽ ചെയ്യണത്. അതിനെ തെറ്റിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ പോയി എടുക്കേണ്ട വരും. അപ്പൊ എടുക്കണ സമയത്ത് 2 എടുത്ത് വെച്ചുകൊണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഈ ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, ചെക്ക് ലിസ്റ്റ് നമ്മൾ ഒരെണ്ണം എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക. ഇപ്പൊ ഇതിൽ ആദ്യം എഴുതി വെച്ചിട്ടുള്ളത് വാലിഡ് പാസ്പോർട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം, ഒറിജിനൽ ഡോക്യുമെന്റ്സുകളെല്ലാം ഒരു ഫയലിൽ നമ്മൾ ഇതുപോലത്തെ ഓർഡറിൽ നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ വെക്കുക. സ്റ്റാപ്ലയർ ഒന്നും അടിക്കരുത്. അവര് ഏതാണ് നമ്മുടെ അടുത്ത് ചോദിക്കാന്നൊന്നും പറയാൻ പറ്റില്ല ഒറിജിനലിന്റെ. അപ്പൊ ഒറിജിനലിൽ ആരും സ്റ്റാപ്ലയർ അടിക്കില്ല. മറ്റേ ഇതിന്റെ കേസ് ഞാൻ പറയാം. ബാക്കിയുള്ള കോപ്പി നമ്മൾ എടുക്കല്ലോ, പാസ്പോർട്ട് കോപ്പി എടുക്കല്ലോ, അതിലൊന്നും നിങ്ങൾ സ്റ്റാപ്ലയർ അടിക്കാണ്ട് അല്ലാതെ നമുക്കൊരു പേപ്പർ പിൻ കിട്ടല്ലോ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് പേപ്പർ ക്ലിപ്പ് കിട്ടല്ലോ, അത് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പൊ അവർക്ക് ചിലപ്പോ അവര് ചോദിക്കണത് പാസ്പോർട്ടിന്റെ ചിലപ്പോ സ്റ്റാമ്പ് ചെയ്ത ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള പാസ്പോർട്ടിന്റെ കോപ്പികളായിരിക്കും ചിലപ്പോൾ അവിടെ നിൽക്കണ അതിന്റെ ഉള്ളിൽ നിൽക്കണ ആള് ചോദിക്കുക. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് എടുത്തു കൊടുക്കാൻ പറ്റും. പേപ്പർ ക്ലിപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാപ്ലയർ ചെയ്ത് വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഊരി പിന്നെ അതിനുശേഷം നമ്മൾ തപ്പിയെടുത്ത് കൊടുത്ത് ബാക്കി ഇതിൽ വെക്കുമ്പോൾ എല്ലാം കൂടി ആകെ കുളഞ്ഞു മറയും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേപ്പർ ക്ലിപ്പ് യൂസ് ചെയ്യാട്ടാ. അപ്പൊ പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഓർഡർ അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിൽ ആദ്യം വാലിഡ് പാസ്പോർട്ട് എന്ന് കാണിക്കണം. അപ്പൊ വാലിഡ് പാസ്പോർട്ട് വെക്കുക. അതിനുശേഷം അപ്ലിക്കേഷൻ ഫോം വെക്കുക. പിന്നെ കോൺടാക്ട് ഇൻഫർമേഷൻ ഫോം വെക്കുക. അഡീഷണൽ ക്വസ്റ്റിനെയർ വെക്കുക. അപ്പൊ അതെങ്ങനെയാ വെക്കേണ്ടതെന്നുള്ള ഓർഡർ ഒക്കെ അതിലുണ്ട്. വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എല്ലാം നമുക്ക് കിട്ടും. അതേ ഓർഡറിൽ നമ്മൾ വെച്ചാൽ മതി. അപ്പൊ ഓരോരുത്തരുടെയും പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ അതുപോലെ ഒരാളുടെ ക്ലിപ്പ് ചെയ്ത് ഓരോരുത്തരുടെ സെപ്പറേറ്റ് ക്ലിപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ആവും. അവർ ചോദിക്കണ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പരുതാന്നുണ്ടെങ്കിൽ സമയമില്ല. നമുക്ക് ഒരു പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറെ സമയം അതിന്റെ ഉള്ളിൽ നമ്മൾ ചെലവഴിക്കേണ്ടി വരും. ഞാൻ പോയ സമയത്ത് ഇതുപോലെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് നീ പൊക്കോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് അവർ ചോദിക്കുമ്പോൾ അത് ഇതും കടന്ന് പരിധി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും. പിന്നെ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നേരം അവിടെ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ക്ലിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവർ ചോദിച്ചത് അത് കാരണം നമുക്ക് എടുത്ത് നോക്കി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റി. ആവശ്യമുള്ളത് അവർ തന്നെ അതിൽ നിന്ന് വലിച്ചെടുത്തു. അപ്പൊ ഞാനൊരു നോക്കുമ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്നിട്ട് അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പേജ് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുക. അതിന്റെ ഉള്ളിൽ നിന്ന് തപ്പെടുക്കാൻ കുറെ സമയമാവില്ലേ. അപ്പൊ ആള് പുറത്തിറങ്ങി വരാൻ വേണ്ടി കുറെ സമയം എടുത്തു. എന്നെക്കാട്ടും മുന്നിൽ കയറി പോയ ആളാ. ഞാനാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് അടുത്തുള്ള. നമ്മുടെ അടുത്ത് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അവർ ചോദിക്കില്ല. എല്ലാ ഡോക്യുമെന്റ്സും ഓക്കെയാണ്, ഒന്നും കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി വന്ന ഒരു 5 മിനിറ്റ് അതിന്റെ ഉള്ളിൽ നമുക്ക് ആവുള്ളൂ. അവർ നമ്മുടെ അടുത്ത് ചോദിക്കണത് ഞാൻ മുന്നിവിടെ വന്നിട്ടുള്ളത് കൊണ്ട് എന്റെ അടുത്ത് ചോദിച്ചു മുന്നിവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്റെ അടുത്ത് ചോദിച്ചത് മാരേജിന്റെ ഡേറ്റ് ചോദിച്ചു, മാരേജിന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ കുട്ടൂസിന്റെ അടുത്ത് ചോദിച്ചത് കുട്ടൂസിന്റെ പേര് ചോദിച്ചു. അതുപോലെ തന്നെ ബർത്ത്ഡേ എന്താന്ന് ചോദിച്ചു അവന്റെ അടുത്ത്. വേറെ ഒന്നും ചോദിച്ചില്ല കുട്ടൂസിന്റെ അടുത്ത്. പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്റെ മാരേജ് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും പിന്നെ അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റും കൊടുത്തു. കുട്ടൂസിന്റെ പാസ്പോർട്ടും ബർത്ത് സർട്ടിഫിക്കറ്റും കൊടുത്തു. വേറൊരു ഡോക്യുമെന്റ്സും അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചില്ല. നോക്കിയിട്ട് അവരെല്ലാം തിരിച്ച് നമുക്ക് തന്നു. ഈ ഡോക്യുമെന്റ്സ് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് തിരിച്ചു തന്നു കേട്ടോ. പിന്നെ അവര് നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഫില്ല് ചെയ്ത് അങ്ങനെ വാങ്ങിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്തു. പിന്നെ അത് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് തിരിച്ചു തന്നു. അപ്പൊ അത് ഏതാണ് എടുക്കണേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഡോക്യുമെന്റ്സ് ആണ് അവരെടുക്കണേന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്റെ കയ്യിൽ നിന്ന് എന്റെ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, മാരേജ് ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അതും അവര് മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കൂടെ അവര് അതും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് പേടിക്കൊന്നും വേണ്ട. അവിടെ വലിയ കാര്യമായിട്ടുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ആദ്യമായിട്ട് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കത് തന്നെ ചോദിക്കുള്ളൂ മാരേജ് എന്നാണ്, അല്ലെങ്കിൽ എന്താണ് ഹസ്ബൻഡ് അവിടെ എന്താ ജോലി, അല്ലെങ്കിൽ എവിടെ ജോലി ചെയ്യണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുള്ളൂ. പേടിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കണേറ്റ് മുന്നേ നമ്മള് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി ഡേറ്റ് ഉണ്ടല്ലോ അതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേരുകളെല്ലാം സർട്ടിഫിക്കറ്റിലുള്ള പേരുകളെല്ലാം സെയിം അല്ലേ എന്ന് നോക്കുക.
പിന്നെ അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ എന്തെങ്കിലും പാസ്പോർട്ടിലായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതൊക്കെ നമ്മൾ നോക്കി ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കുക. അപ്പൊ ഇതിന് മുന്നൊരു കാര്യം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യണം. VFSന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യണം. അപ്പൊ ഒരു 2 ആഴ്ചക്ക് മുന്നേ നമ്മൾ ബുക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സ്ലോട്ട് നമ്മൾ ബുക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റും. അപ്പോൾ പാസ്പോർട്ടിന്റെ കോപ്പി എടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ 2-3 കോപ്പി എടുത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം അവർക്ക് എന്തായാലും 2 സെറ്റ് അവർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 സെറ്റും അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കില്ല. അതിൽ നിന്ന് അവർ 2-3 എണ്ണൊക്കെയാണ് അവർ ആവശ്യമുള്ളത് എടുക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്തായാലും 2 സെറ്റ് തയ്യാറാക്കണം. ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്നത് വൈഫും 2 കുട്ടികളാണ് വരുന്നതെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഡോക്യുമെന്റ്സ് തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മുടെ പാരന്റ്സിന്റെയും വെക്കണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പാസ്പോർട്ടിന്റെയും ബാക്കി കാര്യങ്ങളുടെ ഒക്കെ കോപ്പി നമ്മൾ എക്സ്ട്രാ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറക്കാതെ ഒറിജിനൽസ് എല്ലാം മറക്കാതെ നമ്മൾ കയ്യിൽ പിടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞ സമയത്ത് നമുക്കൊരു സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 9 മണി 10 മണി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ടൈം തന്നിട്ടുണ്ടായിരിക്കും. ആ ടൈമിന് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ചിലപ്പോൾ വിളിക്കുമെന്നൊന്നും നമുക്കറിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തിരക്കാണ് അവിടെ. നമ്മളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ VFSൽ പോയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാം, ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. പൊരി വെയിലത്ത് അങ്ങനെ പുറത്ത് നിൽക്കണം. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മൾ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. 5 മിനിറ്റിൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ 5-10 മിനിറ്റിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവർ സെറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചതിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ അപ്ലിക്കേഷൻ ഫോമിലെല്ലാം നമുക്ക് സൈൻ ചെയ്യേണ്ട ഭാഗം ഉണ്ടായിരിക്കും. അപ്പൊ സൈൻ ചെയ്യണ സ്ഥലത്തെല്ലാം നമ്മൾ മറക്കാതെ നമ്മൾ സൈൻ ചെയ്യുക. പിന്നെ അവിടെ പോയിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ സൈൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും കൂടി എടുത്ത് നോക്കുക. എല്ലാ പേജിലും നമ്മൾ സൈൻ ചെയ്തിട്ടില്ലേ, എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റ് അല്ലേ, വെച്ചേക്കണത് കറക്റ്റ് അല്ലേ എന്നൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ മാക്സിമം എല്ലാവരും സെൽഫായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജന്റ് വഴി നമുക്ക് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഏജന്റ് വഴി ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോയപ്പോ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ആളുടെ വൈഫ് ഇവിടെ നഴ്സാ. അപ്പൊ 2 കുട്ടികളെയും വെച്ചിട്ട് ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിച്ചു കൂട്ടാ, ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഇവിടെ സൈൻ ചെയ്യണതിന്റെ അവിടെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, സ്വന്തമായിട്ടാണോ ഫിൽ ചെയ്തതെന്ന് ചോദിച്ചു. കാരണം ഞാൻ സ്വന്തമായിട്ടാണല്ലോ ഫിൽ ചെയ്തത്. അപ്പൊ എനിക്കൊരു പേടി. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ചേട്ടൻ സ്വന്തമായിട്ടാണോ ഫിൽ ചെയ്തെന്ന് പറഞ്ഞാൽ അല്ല, ഞങ്ങൾ ഏജന്റ് വഴിയാ ഫിൽ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ 20,000 എത്രയാങ്ങാണ്ടായി എന്ന് പറഞ്ഞു. 3 പേരും കൂടിയിട്ട്, 2 കുട്ടികളും ഈ ചേട്ടനും കൂടിയിട്ട് ഏജന്റ് വഴി വരാൻ വേണ്ടിയിട്ട് 21 എത്രയാങ്ങാണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത്രയ്ക്കൊക്കെ സേലത്താ ഞങ്ങള് ചോദിച്ചത്. അപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോൾ അത്രയ്ക്കൊക്കെ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഫിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, കമന്റ് ഇട്ടാലും മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ കാണാം. ബൈ.